ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു സ്ക്രാപ്പ് കണ്ടീഷനിലുള്ള JCB ടോയ് നമുക്ക് റിപ്പയറിന് വേണ്ടിയിട്ട് അയച്ചു തന്നിരിക്കുന്നത് മലപ്പുറം കുളത്തൂരിൽ നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുമേഷാണ്. ഈ വണ്ടിക്ക് റിമോട്ടിന്റെ ഓപ്ഷൻ ഒന്നും ഇല്ല, കാരണം ഈ സ്റ്റിയറിംഗിന്റെ കൺട്രോളൊക്കെ വരുന്നിടത്ത് മോട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കേട്ടോ. ഒരു സിംഗിൾ മോട്ടറിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ ഇതിന്റെ കയ്യിലെ മോട്ടറുകളും കാര്യങ്ങളും എല്ലാം പോയി കിടക്കുന്നതാണ്. ഈ ഒരു സ്ക്രാപ്പ് കണ്ടീഷനിലാണ്. അപ്പോൾ ഈ വണ്ടി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് സങ്കടമായി. ഒരുപക്ഷേ സുമേഷ് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ ഇത് അയച്ചു തന്നതെന്ന് പോലും ഞാൻ ഓർത്തു. അതുകൊണ്ട് തന്നെ വണ്ടി കിട്ടിയ ഉടനെ തന്നെ സുമേഷിനെ ഇതിന്റെ കണ്ടീഷൻ പറയാൻ വേണ്ടി വിളിച്ചു. അന്നേരമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ ക്രാഫ്റ്റിൽ ഒത്തിരി വിശ്വാസമുള്ള ഒരാളാണ്. എത്ര എക്സ്പെൻസ് ആയാലും ഇത് റെഡിയാക്കണം എന്നുള്ള ഒരു സെന്റിമെന്റ്സ് ഉള്ള ആളാണെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു ഇത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന പോലെ, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്റ്റിയറിംഗ് തിരിയണം, ബാക്കിൽ ഒരു മോട്ടറും കൂടെ കയറ്റി പവർ കൂട്ടണം. 6 വോൾട്ടിന്റെ ഒരു സിംഗിൾ മോട്ടറാണ് ഇരുന്നത്. അതിന്റെ 2 മോട്ടർ 12 വോൾട്ടിന്റെ കയറ്റി വണ്ടി അത്യാവശ്യം പവർഫുൾ ആക്കണം. കുട്ടിക്ക് 1 വയസ്സാണ് ആവുന്നത്. അപ്പോൾ അവനെ ഇരുത്തി ഓടിക്കുമ്പോൾ വീണ് പോവാതിരിക്കാനുള്ള സേഫ്റ്റി ഗാർഡ് എല്ലാം എൻ്റേതായിട്ടുള്ള ഐഡിയയിൽ ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഇത്രയൊക്കെയാണ് ഡിമാൻഡ്സ്. അപ്പോൾ എന്തായാലും എനിക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ വണ്ടിയുടെ അഴിച്ചെടുക്കാൻ പറ്റുന്ന ബോഡി പാർട്സ് എല്ലാം അഴിച്ചെടുത്ത് നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ ഒക്കെ അടിച്ച് നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ മിസ്സിംഗ് ആയിരുന്നു. അത് ACPയുടെ ഒരു ഷീറ്റിൻ്റെ അകത്ത് ഫോം ഒക്കെ ഒട്ടിച്ചെടുത്ത് നല്ല രീതിയിൽ റെക്സിനൊക്കെ വെച്ച് സ്വന്തമായിട്ട് ഇതുപോലെ അപ്പോൾസറി ചെയ്ത് ഉണ്ടാക്കിയെടുത്തു. 1 വയസ്സുള്ള കുട്ടിക്ക് ഓടിക്കാനായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു സേഫ്റ്റി ഗാർഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അത് ഇതുപോലെ നല്ല ഗേജുള്ള PVC പൈപ്പും T ജോയിന്റും ബെൻഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളൊരു ഗാർഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനും പ്ലാസ്റ്റിക് പ്രൈമർ ഒക്കെ അടിച്ചിട്ട് ഇതുപോലെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് സ്ക്രൂ ചെയ്ത് നല്ല നൈസായിട്ട് സെറ്റ് ചെയ്തു. പുതിയ ചാർജിങ് സോക്കറ്റ്, കീ സെറ്റ്, പുതിയ മദർ ബോർഡ്, പുതിയ ബാറ്ററി, ഫുള്ള് വയറിംഗ് കിറ്റ് നല്ല രീതിയിൽ ചെയ്തെടുത്തു. അടിയിൽ 2 മോട്ടർ 12 വോൾട്ടിൻ്റെ 15000 RPM 2 മോട്ടർ സെറ്റ് ചെയ്തു. ഇതുണ്ടോ, അതിന് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ സ്റ്റിയറിംഗ് മോട്ടർ, അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് സ്റ്റിയറിംഗ് മോട്ടറിൻ്റെ ഒരു ഓപ്ഷനേ ഇല്ലാത്തടത്ത് നമ്മളൊരു സ്റ്റിയറിംഗ് മോട്ടറൊക്കെ സെറ്റ് ചെയ്തെടുത്തു. ആ സീറ്റും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ലൈറ്റിനും കാര്യങ്ങൾക്കും എല്ലാം സെപ്പറേറ്റ് സ്വിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. JCBയുടെ കയ്യിൽ 2 മോട്ടറുകളാണ് വരുന്നത്. ആ 2 ഗിയർ ബോക്സുകളും നമ്മൾ അഴിച്ച് സർവീസ് എല്ലാം ചെയ്ത് അതിൻ്റെ കണക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തെടുത്തു. അതെല്ലാം ഫുള്ളി ഫംഗ്ഷനിങ് ആക്കി എടുത്തു. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം ഒക്കെ പക്ക വർക്കിംഗ് ആക്കി എടുത്തു. ഇതൊരു സ്വിംഗ് മോഡാണ്, പിള്ളേരെ വണ്ടിക്കകത്ത് ഇരുത്തി ആട്ടാൻ വേണ്ടിയിട്ടുള്ളത്. എൻ്റെ മോക്ക് ഇപ്പോൾ 4 വയസ്സുണ്ട്. അവൾ നല്ല അടിപൊളിയായിട്ട് ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതായത് റിമോട്ടിൻ്റെ ഓപ്ഷൻ ഇല്ലാതെ മാനുവലായിട്ട് മാത്രം ഡ്രൈവ് ചെയ്യാവുന്ന ഡയറക്റ്റ് വയറിംഗ് ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഫുള്ളായിട്ട് ഓൾട്രേഷൻ ചെയ്ത് ഇതുപോലെ റിമോട്ടിൽ കൂടി വർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കി എടുത്തിരിക്കുന്നത്. നോക്കൂ, എനിക്ക് ഏറ്റവും സന്തോഷമായത് ആ ഒരു സ്റ്റിയറിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റിമോട്ടിൽ തിരിയുന്നതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് വീണ്ടും 4 ടയറും കൂടെ നമ്മളിത് ഇതുപോലെ റബ്ബറിൻ്റെ ഗ്രിപ്പ് വെച്ചിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ വർക്കെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് സുമേഷിന് വീഡിയോ കോൾ ചെയ്ത് വണ്ടി ഓടിച്ച് കാണിച്ച് കഴിഞ്ഞപ്പോൾ സുമേഷിന് ഒരുപാട് സന്തോഷമായി. സത്യത്തിൽ സുമേഷിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. ആകെ പണിക്കൂലിയായിട്ട് വാങ്ങിയത് 2000 രൂപയാണ്. പക്ഷേ ടോട്ടൽ മെറ്റീരിയൽ എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഏകദേശം പുതിയ വണ്ടി മേടിക്കുന്നതിൻ്റെ അടുത്ത് സുമേഷിന് മുടക്കായിട്ടുണ്ട്. എങ്കിലും ഈ ഒരു വണ്ടി വർത്തായിരിക്കും, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം 5 വയസ്സ് വരെയെങ്കിലും സുമേഷിൻ്റെ കുട്ടിക്ക് ഇത് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു സുമേഷ്, ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.